അനേകം നാളായിട്ടുള്ള ആഗ്രഹത്തിന്റെ ഫലമായി ഞങ്ങൾ ഒടുവിൽ മുംബൈക്കുള്ള യാത്രയ്ക്ക് വേണ്ടി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കാത്തുള്ള നിൽപ്പാണ്. നമ്മൾ കാത്തുനിന്ന ട്രെയിൻ അങ്ങ് ദൂരത്ത് നിന്ന് വരുന്നുണ്ട്. ട്രെയിൻ നമ്പർ 16346 നേത്രാവതി എക്സ്പ്രസ്. കേരളത്തിലെ തിരുവനന്തപുരത്തിനും മഹാരാഷ്ട്രയിലെ മുംബൈക്കും ഇടയിൽ ഓടുന്ന ട്രെയിനാണ്. രണ്ട് തലസ്ഥാന നഗരങ്ങളും തമ്മിലുള്ള ദൂരം വെറും 1804 കിലോമീറ്റർ മാത്രം. ഇത് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യ ദിവസം 9:50 പുറപ്പെടുകയും രണ്ടാം ദിവസം 4:45 മുംബൈയിലെത്തുകയും ചെയ്യുന്നു. അതിന്റെ ഉറവിടത്തിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ 30 മണിക്കൂർ 50 മിനിറ്റ് എടുക്കും. ആ ദീർഘമേറിയ യാത്രയിലേക്ക് ഞങ്ങൾ കടക്കുവാണ്. താഴെ മുകളിലുമായി 2 പേർക്കും ബെർത്തുള്ള സ്ലീപ്പർ സീറ്റുകളാണ്. അങ്ങനെ ആ വിശാല യാത്രയുടെ ആരംഭമാണ്. ഇതിനു മുമ്പ് ഇത്രയും മണിക്കൂർ ദീർഘമേറിയ യാത്ര ഞങ്ങൾ ഈ ചാനലിന്റെ ഭാഗമായി ചെയ്തിട്ടില്ല. ഞങ്ങളോടൊപ്പം കൂടെ പോര്, നമുക്ക് ഒരുമിച്ച് ഈ ജേർണി വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് ആസ്വദിക്കാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. 2 വർഷങ്ങൾക്ക് മുമ്പ് 2 പേരിൽ തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദ യാത്ര വിവിധ സ്റ്റേഷനിൽ നിന്നും അനേകം സുഹൃത്തുക്കൾ ഞങ്ങളോടൊപ്പം ചേർന്ന് ഇപ്പോൾ 7700-ലധികം വരുന്ന ഒരു വലിയ സൗഹൃദ വലയമായി തീർന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതിനോടൊപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വൃഥാ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഞങ്ങൾക്കില്ലാത്തതിനാൽ തമ്മിൽ സംസാരിച്ചും ആശയങ്ങൾ കൈമാറിയും അഴികൾക്കിടയിലൂടെ വേഗത്തിൽ കണ്ടുമറയുന്ന പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുമാണ് ഞങ്ങളുടെ യാത്രകൾ. അതോടൊപ്പം മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പകർത്തിയും അതിലുപരി വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നന്നായി ഭക്ഷണം കഴിച്ചും ഞങ്ങളുടെ സമയം മുന്നോട്ട് പോവുകയാണ്. ആലപ്പുഴയിൽ ട്രെയിൻ നിർത്തിയപ്പോൾ അടുത്ത് കണ്ട കടയിൽ പോയി ചിപ്സ് മേടിക്കാൻ വിഷ്ണു പോയിരിക്കുവാണ്. ട്രെയിൻ വിട്ടുപോയാൽ പണി വാളും. ഭാഗ്യം വരുന്നുണ്ട്. ഇത്തരം റിസ്കുകൾ പൊതുവെ ഞാൻ എടുക്കാറില്ല. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാം ആലപ്പുഴ ലൈറ്റ് ഹൗസ്. ആലപ്പുഴ ജില്ലയിൽ താമസിക്കുന്ന ഞങ്ങൾ മറ്റ് പല ജില്ലകളിലെയും ലൈറ്റ് ഹൗസുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നാൽ ഇത് മാത്രം ഇതുവരെയും പറ്റിയിട്ടില്ല. എന്തായാലും അധികം താമസിയാതെ ഒന്ന് പോയി കാണണം. ട്രെയിനിലാണെങ്കിൽ സ്ലീപ്പർ ക്ലാസ് ആണെങ്കിലും അതിലും അധികം ആളുകളും ഒപ്പം കുറെ കച്ചവടക്കാരും. കപ്പലണ്ടി മുട്ടായി, കൂൾ ഡ്രിങ്ക്സ്, വെള്ളവും ചായയും കാപ്പിയും ബിരിയാണിയും ചപ്പാത്തിയും വരിവരിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് TTR വന്ന് ആൾക്കാരെ നിയന്ത്രിക്കാറുണ്ട്. അങ്ങനെ ബിരിയാണി ബിരിയാണി എന്ന് വിളിക്കുന്ന ആ ചേട്ടൻ അല്പം കൂടെ ഉന്നം വെച്ച് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞതും പുള്ളിയുടെ ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വിഷ്ണു വീണു. വെജ് ബിരിയാണി എന്താ വില? 80. ചിക്കൻ എഗ് ഉണ്ടോ? എഗ് ഉണ്ടോ? 90. 110 രൂപ പിടിയാപ്പിടി വിലയ്ക്ക് ചിക്കൻ ബിരിയാണി വാങ്ങി വിഷ്ണു കഴിക്കാൻ പോവുകയാണ്. കഴിക്കും. വിഷ്ണു മൊത്തം കഴിക്കരുത്. നല്ല ചൂടോടെ കഴിച്ചു. നല്ല ദഹനം കിട്ടും. എന്ത് പാൻപരാഗോ? നല്ല അച്ചാർ. നാരങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, മാങ്ങയുണ്ട്. ഇവിടെ ഒരു നാരങ്ങയുണ്ട്. ഇതെന്തായിരിക്കും? നെല്ലിക്കയായിരിക്കും. എന്തായാലും എല്ലാ പച്ചപ്പുണ്ട്. എന്താണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഈ റെയിൽവേയിലെ ഫുഡ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. നമ്മുടെ നാട്ടിലെ ട്രെയിനിന്റെ എല്ലാ സമയവും തെറ്റിച്ച് ജനങ്ങളെ വലയ്ക്കുന്ന എന്നാൽ ആൾക്കാരുടെ ഇടയിൽ അത്യാവശ്യം വിലയുള്ള ഒരു പകൽമാന്യൻ ഇതുവഴി പോകുന്നുണ്ടെന്ന് കേട്ടു. അത് കാണാൻ നിൽക്കുവാണ്. ഇവനാണെങ്കിൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് മാത്രവുമല്ല, പിടിക്കുന്ന കുട മഴയത്ത് ചിലപ്പോൾ ചോരാനുള്ള സാധ്യതയുണ്ട്. ഇവനുള്ളത് ആനച്ചന്തമാണ്. ആൾക്കാരെ മതവിളകുമ്പോൾ ചവിട്ടി പിഴിയാറുണ്ടെങ്കിലും ആശാന്റെ പോക്ക് കാണാൻ ഒരു ചന്തമൊക്കെയുണ്ട്. അയ്യോ, വിഷ്ണു അവിടെ പൊതി തുറന്നു വെച്ച് വായിക്കട കപ്പൽ ഓടിച്ചോണ്ടിരിക്കുക. ചെല്ലട്ടെ. തുടങ്ങിയില്ലേ? കഴിച്ചു. സമയം ചൂടുമാറണ്ട. ചൂടുമാറിയൊക്കെ കഴിക്കാൻ പറ്റിയില്ലല്ലോ. ചിക്കനായിരുന്നു. ഞാൻ റൈസാണ്.
കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. ഏത് റൈസാന്ന് പറയാൻ പറ്റില്ല. ഒരു കളറൊക്കെ ഉണ്ട് കേട്ടോ, വെറൈറ്റി കാണാൻ കൊള്ളാം. ചിക്കൻ ഇരിക്കുകയാണ്, ചിക്കൻ ഒരു പീസുള്ള ചിക്കൻ കേട്ടോ. ഒരു പീസേ ഉള്ളൂ ചിക്കന് ബിരിയാണി. ഗ്രേവിയുടെ ടേസ്റ്റ് നല്ലതാണോ? അത് വേറെ മസാലയായിരിക്കും. ചിക്കൻ ഫ്ലേവറില്ലേ? ചിക്കൻ ഫ്ലേവറില്ലേ? മേടിക്കുന്നത് ഇല ആവശ്യത്തിന് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി ഇത്രയും ഇല കണ്ടുപിടിച്ചുള്ളൂ. ഇത് ഇനി കൂടുതൽ എന്ത് ചെയ്തേ വേറെ ഇല ഇട്ടാൽ ഇങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാമെന്നുള്ളത് വലിയൊരു തിരിച്ചറിവ്. കറണ്ട് വലിയ കുഴപ്പമില്ല തോന്നുന്നു. കറണ്ട് വലിയ കുഴപ്പമില്ല. അല്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പം പറയാനൊന്നുമില്ല. വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ, ബീട്രൂട്ട് കിഴങ്ങ് അധികം വന്നില്ല, അതായത് അത് വിട്ടേ. അതിന് വേറൊരു വഴി വേണം. ബാക്കി വാഴയിലേ ഇതായിരുന്നു. കാൽ ഭാഗം കഴിച്ചപ്പോഴേക്കും അവന് മതിയായി. ഇനിയും കഴിച്ചാൽ കഴിച്ച സാധനം പോയ വഴിയെ തിരിച്ചു വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കി ഞാൻ കഴിക്കുവാണ്. എനിക്കാണെങ്കിൽ തിരിഞ്ഞു കടിക്കാത്ത എന്തിനേയും പിടിച്ച് തിന്നാനുള്ള എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെ ഞാൻ തന്നെ ബാക്കി ഡീൽ ചെയ്യുവാണ്. അങ്ങനെ എല്ല് പോലും ഇടാതെ ഡീൽ ചെയ്ത് ഫിനിഷ് ചെയ്തു. സൈഡിൽ കൂടി പുഴയും പച്ചപ്പും പാലങ്ങളും ഗ്രാമീണ പ്രദേശങ്ങളും വെള്ളം കയറിയ ചതുപ്പ് ഭൂമിയും അതിനിടയിലെ ജീവിതങ്ങളും ചൈനീസ് ഫിഷിംഗ് നെറ്റും കേരവൃക്ഷങ്ങളും ഒക്കെ കാഴ്ചകളായി മറഞ്ഞു പോകുമ്പോൾ എറണാകുളം എത്തുമ്പോഴേക്കും കാഴ്ചകളുടെ രീതി മാറുകയാണ്. സുഹൃത്തുക്കളെ, മഴ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ഒരു ബ്രേക്കിലാണ് ഞങ്ങളുടെ ഈ യാത്ര. പക്ഷെ എന്തോ ഞങ്ങൾ പോകുന്നതിന്റെ ദുഃഖം സഹിക്കാൻ വയ്യാതെ പ്രകൃതി പോലും കരയാനായി നിൽക്കുന്നത് കണ്ടു. ആ കറുത്തിരുണ്ട മേഘം മുഴുവനും ഇന്ന് തന്നെ പൊഴിക്കുമെന്ന് തോന്നുന്നു. നന്നായിട്ടൊന്ന് പെയ്തിരുന്നെങ്കിൽ രാത്രിയിൽ നന്നായി കിടന്നുറങ്ങാമായിരുന്നു. വലിയ പവർ സ്റ്റേഷനും വമ്പൻ പാലങ്ങളും ഫ്ലൈ ഓവറുകളും ഫ്ളാറ്റുകളും അധികം റെയിൽവേ പാളങ്ങളും അധികം ബിസിനസ് സ്ഥാപനങ്ങളും തിരക്കേറിയ നഗരത്തിന്റെ കാഴ്ചകൾ അങ്ങനെ പോകുന്നു. അങ്ങനെ എറണാകുളം ജംഗ്ഷൻ എത്തി. ഇവിടെ കുറച്ചു നേരം സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. സംഭവം സിറ്റി ആണെങ്കിലും പാളമൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. ട്രെയിനിലെ മൂത്രപ്പുരയുടെ വാട ഒഴിച്ചാൽ വേറെ വാടയൊന്നും പഴയതുപോലെ ഇപ്പൊ കേരളത്തിലെ സ്റ്റേഷനുകളില്ല. എന്തായാലും വിട്ടുപോവാണ്. ദേ വീണ്ടും പച്ചപ്പും ഹരിതാവയും. എൻ്റെ അമ്മ മുകളിലോട്ട് നോക്കിയേ, മഴ ഉടനെ ഉണ്ട്. വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ട്രെയിൻ പാലത്തിലൂടെയുള്ള നമ്മുടെ ട്രെയിനിന്റെ പോക്ക് കണ്ടപ്പോൾ ഗസൽ ഗായകൻ അലോഷി പാടുന്ന മുൻപോട്ട് പോകുന്നതിന്റെ റെയിൽവണ്ടി എന്ന ആ പാടിയ പാട്ട് ഓർമ്മയിലേക്ക് ഓടി വരുന്നു. 1952 ഒരു നാടകത്തിന് വേണ്ടി രചിച്ച ഒരു കവിതയുടെ ഭാഗമാണിത്. അന്തവും അതിരുമറ്റുടനീളം കിടക്കുന്നു 1000 മൈൽ നീണ്ട റെയിൽ പാളങ്ങൾ, 1000 മൈൽ നീണ്ട റെയിൽ പാളങ്ങൾ, ഏറ്റങ്ങൾ അനവധി ഇറക്കങ്ങൾ അനവധി, എന്നിട്ടും പായുന്നെന്റെ റെയിൽ വണ്ടി, നേരെ മുന്നോട്ടു പായുന്നെന്റെ റെയിൽ വണ്ടി, നേരെ മുന്നോട്ടു പായുന്നെന്റെ റെയിൽ വണ്ടി. ജീവിതത്തെ ഒരു ട്രെയിൻ യാത്രയോട് ഉപമിച്ചുകൊണ്ടുള്ള രസകരമായ അർത്ഥവത്തായ വരികൾ കേട്ടപ്പോൾ എന്തെങ്കിലും വൃത്തികളുണ്ടെങ്കിൽ അതെന്റെ ശബ്ദത്തിന്റെ കുഴപ്പമാണ്. നന്നായി ഇരുണ്ട കാലാവസ്ഥയിൽ അനേകം കാഴ്ചകൾ കടന്നു പോകുന്നുണ്ട്. വെട്ടത്തിന്റെ കുറവ് കാരണം പലതും ദൂരത്തിൽ അവ്യക്തമാണ്. ട്രെയിനിൽ കൂടി പോകുമ്പോഴുള്ള എയർപോർട്ടിന്റെ കാഴ്ചയാണിത്. നിരന്ന് കിടക്കുന്ന പ്ലെയിനുകൾ അവ്യക്തമായി കാണാം. അത് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ നിരത്തിയിരിക്കുന്ന സോളാർ പാനലിന്റെ കാഴ്ചയാണ്. അങ്ങനെ സമയം ട്രെയിനിനോടൊപ്പം മുമ്പോട്ട് പോകുമ്പോഴാണ് വിഷ്ണു വീട്ടിൽ നിന്നും ചോറ് പൊതി കെട്ടിക്കൊണ്ടുവന്നു എന്ന നഗ്നസത്യം ഞാൻ മനസ്സിലാക്കിയത്. സമയം ഒരു 3 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരംഗമാണ്.
വാഴയിലയിൽ പൊതി കെട്ടിയ ഊണുപൊതി അടിച്ചു കഴിക്കുവാണ്. ട്രെയിൻ യാത്രയേക്കാൾ ഈ വീഡിയോയിൽ ഫുഡിംഗ് ആണെന്ന് തോന്നുന്നു മെയിൻ. ചമ്മന്തി, തോരനും, ബീഫും. അതെ, ഇത്രയും ഫുഡുള്ളപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. വിളമ്പുന്ന കുറച്ച് മയത്തിന് വിളമ്പുന്നത് നല്ലതാണ്. അല്ല, എൻ്റെ മമ്മിയെ വിളമ്പിയത്. ഞാൻ കുറച്ച് കുറയ്ക്കാനും അല്ലെങ്കിൽ മമ്മിക്ക് അങ്ങനെ തോന്നുന്നു. ഇതാ നീ പറഞ്ഞ ചെറിയ പൊതി, അതിൻ്റെ ചെറിയ പൊതി. ട്രെയിൻ യാത്രയേക്കാൾ ഈ വീഡിയോയിൽ ഫുഡിംഗ് ആണെന്ന് തോന്നുന്നു മെയിൻ. ബീഫല്ലേ കൊള്ള. മാംഗോ ജ്യൂസ്, കൂൾ ഡ്രിങ്ക്, മാംഗോ ജ്യൂസ്, കൂൾ ഡ്രിങ്ക്. കൂട്ടാൻ മാത്രം കഴിക്കാന്ന് പറയുന്നത് ചോറ് കൂടുതലും കൂട്ടാൻ കുറവായിട്ടോ. ഇത് ചോറും കൂടുതലാണ്, കൂട്ടാനും കൂടുതലാണ്. അപ്പം പ്രസിഡന്റ് ഈ കലാപരിപാടി തീരുതരം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചാർജ് തീരാറായി. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന് ഒരു ഉറക്കം നിർബന്ധമാണ്. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തി ഉറങ്ങുവാനോടാ എന്ന് ചോദിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ മെൻഷൻ ചെയ്യണേ. വിഷ്ണു പകൽ കിടന്ന് ഉറക്കം തുടങ്ങിയിരിക്കുകയാണ്. നീ രാത്രി കിടന്ന് വേണം ഞാൻ ഉറങ്ങാൻ. പകൽ ഉറങ്ങുന്നൊരു സുഖമില്ല. ഇപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ട്. മുംബൈയിൽ ഇനി ഇതിനേക്കാൾ ചൂടാണെന്ന് പറയുന്നത്. ട്രെയിൻ ലേറ്റായിട്ടാണ് ഓടുന്നത്. എത്ര ടൈം ലേറ്റാണെന്ന് അറിയത്തില്ല. ഒരു 3 മണിക്കൂറൊക്കെ താമസിക്കുമെന്നാണ് പറയുന്നത്. പലരോടും അടുക്കുന്നു, പലരുമായി അകലുന്നു, പല നാടും കാടും മേടും കടന്നോടുന്നു, പല നാടും കാടും മേടും കടന്നോടുന്നു, മല കയറി ഇറങ്ങുന്നു, പുഴ താണ്ടി കടക്കുന്നു, ഇരുളേറും തുരങ്കങ്ങൾ ഇഴഞ്ഞു മലിഞ്ഞു നേരെ മുന്നോട്ടു പായുന്നെന്റെ റെയിലു വണ്ടി, നേരെ മുന്നോട്ടു പായുന്നെന്റെ റെയിലു വണ്ടി. പച്ചവരിച്ച പാടങ്ങളും അതിൽ മേയുന്ന കന്നുകാലികളും ഇടയ്ക്ക് കാണുന്ന വീടുകളും പച്ച പകിട്ടണിഞ്ഞ മരക്കൂട്ടങ്ങളും അങ്ങ് ദൂരെ കരിമ്പടം പുറച്ച മലനിരകളും കറുത്തിരുണ്ട് കൂടുന്ന കാർമേഘക്കൂട്ടവുമായി ആകാശവും മഴയത്ത് കലങ്ങി ഒഴുകുന്ന പുഴയും കാഴ്ചകൾക്ക് വിരുന്നൊരുക്കുന്നു. ഇടയ്ക്ക് ഏതോ പുഴയിലെ പാലത്തിൽ പുതിയ പാളം ഫിറ്റ് ചെയ്യുന്ന പണിയാണെന്ന് തോന്നുന്നു. വലിയ ക്രെയിനൊക്കെ ഉണ്ട്. പട്ടാമ്പി എത്തിയപ്പോഴേക്കും മഴ പൊടിച്ചു തുടങ്ങി. അന്തരീക്ഷത്തിൽ തണുക്കാനുണ്ട്. ഭയങ്കരമായിട്ട് ഇരുണ്ട് കൂടി കാലാവസ്ഥ കേട്ടോ. ഭയങ്കരമായിട്ട് ഇരുണ്ട് കൂടിയിരിക്കുകയാണ്. എത്ര പേര് തകർക്കുകയാണ്. പട്ടാമ്പി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, മഴ തുടങ്ങി തകർത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇരുട്ടായി, മൂടാപ്പായി, തണുപ്പായി, അങ്ങനെ അടിപൊളിയായി. തുടക്കത്തിൽ ബോംബെ കുർളയിൽ തുടങ്ങി, പിന്നീട് കൊച്ചിൻ കുർളയായി, അവിടെ നിന്ന് ട്രിവാൻഡ്രം തലസ്ഥാന നഗരിയെ ബന്ധിപ്പിച്ച ചരിത്രം നമുക്ക് വരും വഴിക്ക് കേൾക്കാം. നേത്രാവതി നദിയുടെ തീരത്താണ് മംഗലാപുരം നഗരം സ്ഥിതി ചെയ്യുന്നത്. ഈ തീവണ്ടികൾ അവസാനിക്കുന്ന സ്ഥലം അന്ന് മംഗലാപുരം ആയതുകൊണ്ടാണ് ഈ ട്രെയിനിന്റെ പേര് നേത്രാവതി എക്സ്പ്രസ് എന്നായത്. ചേട്ടൻ്റെ പേരെന്തോ? രജീഷ്. നമ്മൾ ട്രെയിനിൽ പരിചയപ്പെട്ട ആളാണ്. അതിപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. ഞങ്ങൾ മുംബൈ പോകാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് അഡ്വൈസ് തരുവാണ്. എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുംബൈയിലെ നല്ല കാണാൻ മാത്രം നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അപ്പോൾ നേരത്തെ തന്നെ പോയിട്ടുണ്ടോ അവിടെ? ഞാൻ ഞങ്ങൾക്ക് പർച്ചേസിങ് ബിസിനസ് സംബന്ധമായിട്ട് പർച്ചേസിന് പോകുമ്പോഴൊക്കെ നല്ല നല്ല ആംബിയൻസ് ആണ് അവിടെ. ഓരോ ബിസിനസ് ഗല്ലിയിൽ കൂടെ പോകുമ്പോൾ തന്നെ വേറൊരു മൂഡാണ് ഉണ്ടാവുക. നല്ല ഒരു പഴയ ഒരു വിൻറ്റേജ് സ്റ്റൈൽ ബിൽഡിങ്ങും പഴയ ലുക്കിലുള്ള ഒരു സ്ട്രീറ്റും അതിൻ്റെ ബിസിനസ്സൊക്കെ നല്ല ഡിഫറെൻ്റാണ്. അത് നമ്മൾ കേരളത്തിൽ എവിടെയും കാണാൻ കഴിയും. അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്തായാലും ബോംബെ പോകുന്നത് നല്ലതാണെന്നാണ്.
ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ കൺവേ ചെയ്യുന്നതാണ്. ഫസ്റ്റ് CST തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ CST സ്റ്റേഷൻ അവിടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാണാനുണ്ട്. ആ ബിൽഡിങ്ങും ആ പഴയ വില്ലേജ് ബിൽഡിങ്ങും റെയിൽവേ സ്റ്റേഷൻ തന്നെ CST റെയിൽവേ സ്റ്റേഷൻ തന്നെ കാണാൻ മാത്രമല്ല. അങ്ങനെ രാത്രിയായി താഴെ മുകളിലുമായി സെറ്റായി ഉറങ്ങാനുള്ള പുറപ്പാടാണ്. ഇതാണ് സുഹൃത്തുക്കളെ TTR നിയന്ത്രിക്കാൻ ഉണ്ടായിട്ടുള്ള രാത്രിയിലെ സ്ലീപ്പർ കോച്ചിലെ അവസ്ഥ. ട്രെയിനുകൾ പോരാ എന്നത് യാത്ര ചെയ്യുന്ന ഏവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. പുതിയ പാളങ്ങൾ ഉണ്ടാക്കുകയോ അതിവേഗ ട്രെയിനുകൾ കൊണ്ടുവരികയുമാണ് ഇതിനുള്ള പരിഹാരം. ഇതിനൊക്കെ പരിഹാരമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്കിനിയും അടുത്ത വീഡിയോയിൽ മുംബൈയിൽ എത്തുന്നത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യൂ, വീഡിയോ ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.